بسم الله الحمد لله وحده الصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما تنفعنا به يا رب العالمين. سبحان الله. പരിശുദ്ധമായ റമദാന് നമ്മളിൽ നിന്നും വിട്ടകലാണ്. ഇനി വെറും 10 ദിവസങ്ങൾ മാത്രം ഏറിപ്പോയാലും നമ്മളെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കുള്ളൂ. സുബ്ഹാനല്ലാഹ്, അത്രയേറെ റബ്ബ് കനിഞ്ഞരുളിയ റമദാനിന്റെ 20 ദിവസങ്ങൾ അല്ലെങ്കിൽ 19ാമത്തെ ദിവസത്തില് നമ്മളുള്ളത്. ഇത്രയും ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന നമ്മളെ പ്രാർത്ഥനകള്, നമ്മളെ ഹൃദയം കൊണ്ടായിരുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും നമ്മൾ പ്രാർത്ഥിച്ചിരുന്ന നമ്മളെ പ്രാർത്ഥനകള് എല്ലാം റബ്ബ് കേട്ടിട്ടുണ്ടോ? ഇത്രയും ദിവസങ്ങളിലായിക്കൊണ്ട് നമ്മൾ പഠിച്ച നമ്മളെ ഇൽമുകളൊക്കെയും നമുക്ക് നാഫിയായി തീർന്നിട്ടുണ്ടോ? നമ്മളെ ജീവിതത്തെ സംസ്കരിക്കുന്നതായിട്ടുണ്ടോ? ഒരു റമദാനിന് ശേഷം സംസ്കാരം ഉണ്ടാവാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ എത്രമാത്രം വീക്കായിരിക്കും, അല്ലെങ്കിൽ അവൻ എത്രമാത്രം നഷ്ടക്കാരനായിരിക്കും റമദാൻ സംസ്കരിക്കാത്ത ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, ഈ റമദാനിനെ കൊണ്ട് എനിക്ക് എന്താണ് നേടാനുണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും നമുക്ക് നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നമ്മളെ പ്രാർത്ഥനകളൊന്നും അള്ളാഹ് സ്വീകരിച്ചിട്ടില്ല നമുക്ക് തോന്നുന്നെങ്കിൽ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നമ്മളെ ഹൃദയത്തിന്റെ ആ ഒരു കാഠിന്യം ഇതുവരെയും നീങ്ങിയിട്ടില്ല നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും ഇത്രയേറെ നോമ്പെടുത്തിട്ടും ഇത്രയേറെ ഖിയാമിലായിട്ടും നമ്മൾക്ക് നമ്മളെ നഫ്സിനൊരു മതി വരാത്തത്, അല്ലെങ്കിൽ നഫ്സിന് ഈ ദുനിയാവിനെ പറ്റി ഒരു മതിപ്പ് അല്ലെങ്കിൽ ഒരു മടുപ്പ് വന്നിട്ടില്ലെങ്കിൽ, ഒരു ബോർഡർ നമ്മളെ നഫ്സ് ഇപ്പോഴും ആ ദുനിയാവിന്റെ വിഷയത്തിൽ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഇന്നത്തെ പ്രാർത്ഥന നമ്മളെ വേരുകളെ കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതാണ്. കഴിഞ്ഞ നമ്മളെ ഗൈസില് ഇതേ പ്രാർത്ഥന മറ്റൊരു റിവായത്തില് ഇതോടൊപ്പം തന്നെ അധികരിച്ച 2 പ്രാർത്ഥനകളോടൊപ്പം നമ്മൾ പഠിക്കുകയുണ്ടായി. വീണ്ടും നമ്മൾ ഈ ഒരു പ്രാർത്ഥന വീണ്ടും പഠിക്കാൻ എടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ പ്രാർത്ഥനകള്, നമ്മളെ ഹൃദയങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ തൗബകള്, നമ്മളെ ദുആകള്, ഇവയൊക്കെയും പാഴായി പോകുമോ എന്നുള്ള ഭയം നമ്മളെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, അലട്ടേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാട്ടെ. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യാണ്, 4 കാര്യങ്ങളെ തൊട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെ തൊട്ടാണ് കാവലിനെ തേടുന്നത്. അബ്ദുല്ലാഹിബിൻ അംർ ഇബ്നു അൽ-ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് വന്ന ഹദീസാണ്. ഹദീസ് വളരെ എളുപ്പമാണ്, നമ്മളെല്ലാരും പഠിച്ച പ്രാർത്ഥനകളാണ്. പക്ഷെ ഈ ഒരു ഹദീസിനെ ഈ ഒരു പ്രാർത്ഥനയെ നമ്മൾ എപ്പോഴും കൂടെ കൂട്ടേണ്ടതുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അലാമത്തുകൾ നമ്മൾക്ക് ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അതിൽ നിന്നൊക്കെയും കാത്തുരക്ഷിക്കുമാറാട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രാർത്ഥന ഇപ്രകാരാണ്: അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശ. അല്ലാഹുവേ, ഇന്നി അഊസു ബിക, ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുകയാണ്, നിന്റെ അടുത്തേക്ക് ഓടി വന്നിരിക്കുകയാണ് രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്തിനാണ്? മിൻ ഖൽബിൻ ലാ യഖ്ശ. നമ്മള് 2ാമത്തെ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശ്യതക ഫിൽ ഗൈബി വശഹാദ, അല്ലെ? അവിടെ നമ്മൾ 2ാമത്തെ പ്രാർത്ഥനയിൽ എന്നെ ഖശ്യനെ പറ്റി ചോദിച്ചിട്ടും ഇന്ന് 19ാമത്തെ ദിവസം എത്തിയിട്ടും നമുക്ക് ഖുർആൻ ഓതുമ്പോ ഖുശൂ കിട്ടുന്നില്ല, നമുക്ക് സ്വലാത്തിലും ഖുശൂ കിട്ടുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ ചോദിക്കേണ്ട രൂപത്തിൽ ചോദിച്ചിട്ടില്ല.
അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന് ഇനിയും നമ്മൾ ഇരക്കേണ്ടതുണ്ട്. അള്ളാന്റെ അടുക്കൽ നമ്മൾ ഫഖീറാണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ എന്താ പറയുന്നത്? മിൻ ഖൽബിൻ ലാ യഖ്ശ, അള്ളാഹുവെ നിന്നെ തൊട്ട് ഭയപ്പെടാത്ത ഹൃദയത്തിൽ നിന്നതാ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അള്ളാഹു ഇനിയും അങ്ങനെയുള്ള നിന്നെ തൊട്ട് ഭയപ്പെടാത്ത ഒരു ഹൃദയത്തെ എനിക്ക് നൽകല്ലേ. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി ഇനിയുള്ള ദിവസങ്ങൾ നമ്മളിത് ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യണം. കാരണം ഇനിയുള്ള 10 ദിവസങ്ങൾ മാത്രമാണ് നമ്മളെ മുൻപിലുള്ളൂ. ആകെ വെറും 10 ദിവസങ്ങൾ മാത്രം. അതിൽ നിന്ന് പകുതിയോളം നമ്മൾ ഉറങ്ങി നമ്മളെ മറ്റുള്ള ആവശ്യങ്ങൾക്കായി നമ്മൾ തീർക്കുന്നുണ്ട്. ബാക്കി ശേഷിക്കുന്ന വളരെ മിച്ചം പകുതി അവിടെ ഖുശൂഅോട് കൂടി, ഇഖ്ലാസോട് കൂടി ഇബാദത്ത് ചെയ്താലും മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കിട്ടാനുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളഹാനോട് ചോദിക്കുകയാണ്, മിൻ ഖൽബിൻ ലാ യഖ്ശ, അള്ളാഹുവെ നിന്നെ തൊട്ട് ഭയക്കാത്ത, നിന്നെ തൊട്ട് പേടി വരാത്തതായിട്ടുള്ള. ഖുശൂഅ എന്ന് പറഞ്ഞാല്, ഖശിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹിനെ അറിഞ്ഞോണ്ട് അള്ളാഹിനോടുള്ള സ്നേഹത്തോടൊപ്പമുള്ള അള്ളാഹുവിനോടുള്ള ഭയപ്പെടലാണ്. രണ്ടാമത് എന്താ ചോദിക്കുന്നത്? അള്ളാഹുവെ നീ കേൾക്കാത്തതായിട്ടുള്ള പ്രാർത്ഥനയെ തൊട്ട് ഞാനിതാ കാവലിനെ തേടുന്നു. വമിൻ ദുആഇൻ ലാ യുസ്മഅ, നിന്നെ തൊട്ട് നീ കേൾക്കാത്തതായിട്ടുള്ള പ്രാർത്ഥന. അപ്പൊ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരുടെ പ്രാർത്ഥനകൾ കേൾക്കൂല, അല്ലെ? അഥവാ ഒരു ഹദീസിൽ വന്ന പ്രകാരം ഒരു വ്യക്തി യാ റബ്ബ് യാ റബ്ബ്, അവന് യാത്രക്കാരനാണ്, യാത്രയിലാണ്, യാത്രയുടെ എല്ലാ അസറുകളും അവന്റെ ശരീരത്തിലുണ്ട്. അവനെ സമായിലേക്ക് കൈ ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ചിട്ടാണ് അവൻ എന്ത് ചെയ്യണത്? അള്ളാഹിനോട് പ്രാർത്ഥിക്കണത്. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞത് അവന്റെ പ്രാർത്ഥന അള്ളാഹ് എങ്ങനെ കേൾക്കാനാണ്? അവന്റെ താമ ഹറാമാണ്, അവന്റെ ലിബാസ് ഹറാമാണ്, അവന് എന്താ പറയാ ഊട്ടി വളർത്തപ്പെട്ടത് തന്നെ ഹറാമിലായിക്കൊണ്ടാണ്. അപ്പം അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ പ്രാർത്ഥനകൾക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നവൻക്ക് എന്ത് വേണം? ഖൗഫും റജാഉം വേണം. അതുപോലെ റഗബും റഹബും വേണം, അല്ലെ? പ്രതീക്ഷയും പ്രത്യാശയും ഭയവും കിട്ടുമെന്നുള്ള എന്താ പറയാ കൊതിയും, അല്ലെങ്കിൽ എനിക്ക് എന്റെ റബ്ബ് ഉത്തരം നൽകുമെന്നുള്ള ഉറപ്പും, അതോടൊപ്പം തന്നെ വിനയപ്പെട്ടുമാണ് അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ. ഇതൊന്നും ഇല്ലാത്ത പ്രാർത്ഥനകൾ, നമ്മളെ ഹൃദയം അറിയാത്ത പ്രാർത്ഥനകൾ, അതും അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കാത്തതായിട്ടുള്ള പ്രാർത്ഥനകൾ, ഇത്തരത്തിലൊക്കെയും അള്ളാഹ് നമ്മളെ പ്രാർത്ഥനകൾ കേൾക്കാതിരിക്കാം. അത്തരക്കാരിലൊന്നും അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആമീൻ യാ റബ്ബ്. അപ്പൊ അള്ളാഹ് നീ കേൾക്കാത്തതായിട്ടുള്ള, നീ പരിഗണിക്കാത്തതായിട്ടുള്ള ഒരു പ്രാർത്ഥനയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അള്ളാഹുവെ മതി വരാത്ത നഫ്സിൽ നിന്നും, ദുനിയാവിന്റെ വിഷയത്തില് മതി വരാത്തതായിട്ടുള്ള ഒരു മനസ്സ്, അതിനെ തൊട്ട് ഞാനിതാ റബ്ബെ നിന്നോട് രക്ഷ ചോദിക്കുന്നു. അഥവാ ദുനിയാവിന്റെ വിഷയത്തിൽ ആർത്തിയുള്ള നഫ്സിൽ നിന്നും അള്ളാഹുവെ ഞാനിത് നിന്നോട് രക്ഷ ചോദിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പല തരത്തിലും നമ്മളെ തന്നെ ഒന്ന് സൂം ചെയ്ത് നമ്മൾ ഓരോ അമലുകളെയും, നമ്മൾ ഓരോ ഇഷ്ടത്തെയും സൂം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോഴും ദുനിയാവിനോടുള്ള ആ കൊതിയില് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? മുങ്ങിത്താണോണ്ടിരിക്കുകയാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്, നമ്മളെ നെക്സ്റ്റ് പ്ലാനുകളെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒന്നും വേണ്ടതില്ല. ഇത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് മറ്റേത് കഴിഞ്ഞിട്ട് ഇത്, അങ്ങനെ 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 നമ്മളെ നഫ്സ് എന്താണ്? ദുനിയാവിന്റെ വിഷയത്തിൽ മതി വരാതെ ആർത്തി അടങ്ങാതെ നിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ദുനിയാവിന്റെ വിഷയത്തിൽ മതി വന്നവരായിരുന്നു സലഫു സ്വാലിഹീങ്ങള്. ദുനിയാവിന്റെ വിഷയത്തിൽ മതിയായവരായിരുന്നു. ഈ സുഹൃദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയാവിന്റെ വിഷയത്തിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിന്റെ വിഷയത്തിൽ മതിയായത് കൊണ്ട് തന്നെ, ദുനിയാവിനോട് ഒട്ടും താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് പരലോകത്തിന് വേണ്ടി അങ്ങേയറ്റം താല്പര്യത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടിയിട്ട് അമല് ചെയ്യാൻ പറ്റി. ശരിക്കും സുബ്ഹാനല്ലാഹ്, പലപ്പോഴും അത്ഭുതപ്പെടുത്താറുള്ള ഒരു കാര്യം, സുബ്ഹാനല്ലാഹ്, ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ചൂട്,
നമ്മളെ എ സിയുടെയും ഫാനിന്റെയും ചോട്ടുന്ന് മാറി നിൽക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ? സുബ്ഹാനല്ലാഹ്. അതും അല്ലെങ്കിൽ ഇനി ഇത് രണ്ട് സംവിധാനങ്ങളും നമുക്ക് എത്തുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എത്ര തവണയാണ് പോയി കുളിക്കുന്നത്? നമ്മൾ തലമുടിയൊക്കെ നമ്മൾ എങ്ങനെ വിരിച്ചിട്ടിട്ടാണുള്ളത്? അത് കെട്ടിവെച്ച് ഏറ്റവും എന്താ പറയാ, ഏറ്റവും സ്യൂട്ടായിട്ടുള്ള, ഏറ്റവും നേരിയതായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കട്ടിയൊന്നും ഇല്ലാത്ത, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ആ ചൂടിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണത്. എന്നിട്ട് നമ്മൾ നിസ്കരിക്കാൻ ആ ചൂടെടുക്കുമ്പോൾ എന്താണ് നമ്മളെ അവസ്ഥ? ആ ഖിയാമൊന്ന് നീണ്ടുപോയി നമുക്ക് കാല് കടയലായി, വേർത്തൊലിക്കലായി, ആ ഉഹി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത്തരത്തിൽ പലതരത്തിൽ എന്താണ് ഡിസ്റ്റർബ് ആണല്ലേ? സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വഹാബ കിറാമ, അവരാ മദീനയുടെ അവസ്ഥ എന്താണ്? മക്കയുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മളെ പോലെയുള്ള കാലാവസ്ഥയായിരുന്നു അവിടെ. അവിടെ മരുഭൂമിയാണ് അല്ലെ? ആ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രമായിക്കൊണ്ട് ഏറ്റവും ആസ്വദിച്ചുകൊണ്ട് ആ പൊരിഞ്ഞുള്ള ആ പൊരി വെയിലുകളിലാണ് അവർ ഏറ്റവും നല്ല നിസ്കാരം നിസ്കരിച്ചത്, അവർ ഏറ്റവും നല്ല ജിഹാദ് ചെയ്തത്, അവർ ഏറ്റവും നല്ല നോമ്പ് നോറ്റത്. ഇതൊക്കെയും എന്താണ്? അവര് ഏറ്റവും നല്ല സ്വതക്ക കൊടുത്തത് ആ പൊരി വെയിലത്താണ്. സുബ്ഹാനല്ലാഹ്. അവർക്ക് ദുനിയാവും മതിയായതായിരുന്നു. ദുനിയാവിനോട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ദുനിയാവിന്റെ വിഷയത്തിൽ അവർക്ക് വളരെ കുറച്ച് മാത്രമേ മതിയായിരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ അടുപ്പ് പുകയാത്ത മാസങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ കേൾക്കാൻ നല്ല രസാ. ഇന്ന് നിങ്ങൾ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അസർ വരെ നമുക്ക് നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു 6 മണി വരെ നിങ്ങൾക്ക് ആർക്കാണ് അടുക്കളയിൽ കയറാതിരിക്കാൻ പറ്റുക? ഇന്നൊന്ന് അടുപ്പ് പുകയിക്കാതിരിക്കാന്. അടുക്കളയിൽ കയറിയില്ലെങ്കിൽ തന്നെ നേരെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഓർഡർ ചെയ്യും അല്ലെ? ലാസ്റ്റ് ആർക്കെങ്കിലും ഇന്നൊരു ദിവസം പച്ചവെള്ളം ഈത്തപ്പഴവും കഴിച്ച് നമുക്കും നമ്മളെ കുടുംബത്തിനും ഒരുമിച്ച് അങ്ങനെ നിൽക്കാൻ കഴിയോ? അഥവാ നമ്മൾ നിന്നാൽ തന്നെ നമ്മളെ കുടുംബം നിൽക്കോ? ഇനി നമ്മളെ കുടുംബവും നമ്മൾ നിന്നാൽ തന്നെ നമ്മളെ കുഞ്ഞു മക്കളെ ആലോചിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാതിരിക്കോ? ഇല്ലല്ലേ? കാരണം സുബ്ഹാനല്ലാഹ്, അത്തരത്തിൽ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ എന്താണ്, നമ്മളെ ഹൃദയം വല്ലാണ്ട് മതി വരാത്തതായിട്ടുള്ളത്. ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാണ്. ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു ലഫ്ള് അള്ളാഹിനോട് പ്രത്യേകം ചോദിക്കേണ്ടത് അതിന്റെ കാര്യം. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, അള്ളാഹുവേ മതി വരാത്തതായിട്ടുള്ള നഫ്സിൽ നിന്നും എന്താണ് നിന്നോട് രക്ഷ ചോദിക്കുന്നു. നാലാമതായി കൊണ്ട് പറഞ്ഞത് വമിൻ ഇൽമിൻ ലാ യൻഫഅ, അള്ളാഹുവെ ഉപകാരം ചെയ്യാത്തതായിട്ടുള്ള ഇൽമിനെ തൊട്ട്. നമ്മൾ 19 ദിവസങ്ങളിലായി 19 പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചു. നമ്മളെ സ്വലാത്തുകളില്, നമ്മളെ ഖിയാമുകളില്, നമ്മളെ ദുആഇന്റെ സമയങ്ങളില് നമുക്കിത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മളെ ഫോൺ എടുത്ത് നമ്മളെ ഗാലറി തുറന്ന് ഈ ഒരു ചെറിയ ചെറിയ പോസ്റ്ററുകൾ എടുത്തിട്ടെങ്കിലും കണ്ടിട്ടെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിൽ അതെന്താണ്? ഇൽമുൻ നാഫിഅ അല്ല. ഇനി അത് കരുതിയിട്ട് ഇനി മുതൽ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, ഞാൻ ഇനി പഠിക്കണില്ല എന്ന് കരുതുകയാണെങ്കിലോ അതും ഇൽമുൻ നാഫിഅ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കൂലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംവിധാനങ്ങളും തന്നു. ഏറ്റവും നല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ലതായിട്ടുള്ള ഡിവൈസുകൾ നമ്മളെ കയ്യിൽ തന്നു. നമുക്ക് ഇന്റർനെറ്റ് സൗകര്യം തന്നു. എല്ലാം തന്നിട്ട് ഈ ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുൻപിലാണ് ഉള്ളത്. എന്നിട്ട് നമ്മള് അതിനെ പിന്തിരിഞ്ഞാൽ അതിനും ചോദ്യമില്ലേ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളെ തൊട്ട് പിന്മാറാന്നുള്ള എന്താണ്? ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഷെയ്ത്താൻ നമ്മളെ പിൻവലിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന എന്ത് അയൽമുകളാണെങ്കിലും അത് നോട്ട് ചെയ്ത് വെക്കുക, അത് ഇടക്കിടക്ക് വായിച്ചു വെക്കുക. അല്ലാതെ നമ്മൾ കേട്ടതിലൂടെ നമുക്കെല്ലാം പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ എന്താണ്, വളരെയധികം സാധ്യത കുറവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു 4 കാര്യങ്ങളെ പറ്റിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ ചോദിച്ചതിന് ശേഷം ചോദിക്കണം എന്താ? അഊദു ബിക്. എന്നിട്ട് അള്ളാഹിനോട് വീണ്ടും ചോദിക്കുകയാണ്, അഊദു ബിക്, അള്ളാഹ് നിന്നോട് കാവലിനെ തൊടുകയാണ്. മിൻ ഹൗലാഇൽ അർബ, ഈ 4 കാര്യങ്ങളെ തൊട്ടും റബ്ബേ നിന്നോട് കാവലിനെ തേടുന്നു എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞായി കാണാൻ പറ്റും, നിങ്ങൾ ഓരോരുത്തരുടെ ഹൃദയങ്ങളും ഹദീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഇരുമ്പാണല്ലേ? ഇരുമ്പ് എത്രമാത്രം കനപ്പെട്ടതാണോ അതുമാതിരി നിങ്ങളെ ഹൃദയങ്ങൾ കനപ്പെടുന്നു.
സുബ്ഹാനല്ലാഹ്, പലപ്പോഴും നമുക്ക് തോന്നലില്ലേ ഇതെന്താണ് ഹൃദയം, എന്താണ് റബ്ബെ ഉറച്ചു പോയോ തോന്നലില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അപ്പൊ നിങ്ങളെ ഹൃദയങ്ങള്, നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയങ്ങളും എന്താണ്, നമ്മളെ ഹൃദയം, നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം ഇരുമ്പ് കനപ്പെടുന്നത് പോലെ കനപ്പെടും. അവിടെ ആ ഹൃദയത്തിനെ, അതിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു കാഠിന്യത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കന്നെ വേണ്ടതുണ്ട്. അതുപോലെ തന്നെ തദബ്ബുറോട് കൂടിയിട്ടുള്ള അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള ഖുർആൻ പാരായണം, അതുപോലെ തന്നെ പ്രാർത്ഥനകൾ, അതുപോലെ മരണത്തെ പറ്റിയുള്ള ചിന്തകളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മളെ ഹൃദയത്തിന്റെ കാഠിന്യത്തെ ഇല്ലാണ്ടാക്കേണ്ടതുണ്ട്. അതെല്ലാം കഠിനമായിട്ടുള്ള ഹൃദയങ്ങളുമായിട്ടാണ് നമ്മളെ മരണത്തെ സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും, നഷ്ടമായിരിക്കും ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരക്കാരിൽ നിന്ന് ഒന്നുകൂടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. اللهم إني أعوذ بك من قلب لا يخشع ودعاء لا يسمع ومن نفس لا تشبع ومن علم لا ينفع أعوذ بك من هؤلاء الأربع. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ വളരെ വളരെ വിലപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തൗഫീഖിന് വേണ്ടി, സദാദിനു വേണ്ടി, ഹിദായത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു നിമിഷം പോലും ബോധപൂർവമുള്ള അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന ഒരു നിമിഷം പോലും നാവിനെ ഒരു ദിക്റിലും അല്ലാണ്ട് ഒഴിവാക്കി വിടരുത് എന്ന് ആദ്യം എന്നോടെന്ന പോലെ നമ്മൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താണ്, വസിയത്ത് ചെയ്യാണ്. അഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീൻ فاستغفروه إنه هو الغفور الرحيم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. جزاكم الله خيرا. السلام عليكم ورحمة الله وبركاته.